അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. സ്വാഗതം പ്രേക്ഷകരെ. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. വിവാദങ്ങൾക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിയുമായി ഹൈക്കമാൻഡ്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് നിർദ്ദേശം നൽകി. നിയമസഭാ സീറ്റും ഇനി ഉണ്ടാകില്ല. ഹൈക്കമാൻഡിന് മുന്നിൽ ഇനി മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അധ്യക്ഷ പദവിയിൽ നിന്നും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റുക എന്നുള്ളതല്ലാതെ മറ്റു ഒരു നടപടിയും ഒരു പോൺ വഴിയും അവരുടെ മുന്നിലില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ചെയ്തു. വലിയ പരാതികൾ ഹൈക്കമാൻഡിന് മുന്നിൽ വന്ന് ഇവയെല്ലാം തന്നെ ഇപ്പോൾ ഹൈക്കമാൻഡ് സംസ്ഥാന ഘടകത്തിന്റെ പരിഗണനയ്ക്ക് വിട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്നുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷ പദവി രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ്. രാജിവെക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ, ഞാൻ പോവാ. അതോടൊപ്പം തന്നെ ഇനി നിയമസഭാ സീറ്റ് ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. ചെറിയ ആരോപണങ്ങളല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്നത്. വലിയ തോതിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഇനി പുറത്തു വരാനും കൂടുതൽ ഉണ്ട് എന്നുള്ളൊരു സംശയം ഹൈക്കമാൻഡിന് മുന്നിലുള്ളൊരു സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജിവെക്കാനുള്ള ആവശ്യം നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിൽ, അതായത് ദീപാദാസ് മുൻഷി അടക്കമുള്ളവരുടെ ഇടയിൽ നിരവധി പരാതികൾ സംസ്ഥാനത്ത് നിന്ന് വന്നിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ഉള്ളിൽ നിന്ന് തന്നെ ഈ ആവശ്യം ഉയർന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇങ്ങനൊന്നും ചെയ്യില്ല, അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. മാത്രമല്ല, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്, ഒരു നിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കെ ഇത്തരത്തിലൊരു ആരോപണം കോൺഗ്രസിന് ഇന്നത്തെ സാഹചര്യത്തിൽ താങ്ങാൻ കഴിയുന്നതല്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റി നിർത്തുക എന്നുള്ളതല്ലാതെ ഇപ്പോൾ ഹൈക്കമാൻഡിന് മുന്നിൽ മറ്റു വഴികളില്ല. ഞാൻ എല്ലാവരുമായി സംസാരിച്ചിരുന്നു. ഞാൻ KPCC പ്രസിഡന്റുമായി, പ്രതിപക്ഷ നേതാവുമായി, AICC ജനറൽ സെക്രട്ടറിമാരുമായി, ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ നേതാക്കന്മാരുമായി സംസാരിച്ചിരുന്നു. ഈ നിമിഷം വരെ എന്നോട് രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം 1:30. അപ്പോൾ ഇതുവരെ കൊടുത്ത വാർത്തകൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ല. എന്നോടൊരു ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടില്ല. അത് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാനും ചെയ്യാം. എന്നോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു തെളിയിച്ചാൽ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല. എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത്. പാർട്ടി പ്രവർത്തകർ ആർജവത്തോടുകൂടി ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ആഞ്ഞടിക്കും. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.